ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്ന വാർത്തകൾ. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വാർത്തകൾ ഓരോ ദിവസം കേൾക്കുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ പോക്ക് എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എത്രയൊക്കെ നമ്മൾ നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാലും കഴിഞ്ഞ 8-9 വർഷമായി നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം, സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു കുഴപ്പം, അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒന്നാമത്തെ പ്രതി നമ്മുടെ സർക്കാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നോക്കൂ. 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ, അവർ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ, ഒരു പാരലൽ കോളേജിൽ പഠിക്കുന്നു. ആ പാരലൽ കോളേജിൽ നടന്ന അവരുടെ ആ പ്രോഗ്രാമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച എന്തോ ഒരു കലാരൂപത്തിന് മറ്റ് വിദ്യാർത്ഥികൾ കൂവി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു പ്രശ്നത്തിന് ഒരാളെ, ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരനെ കൊന്നു എന്ന് പറയുമ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ഇവിടുത്തെ സാമൂഹിക സമാധാന അന്തരീക്ഷവും എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഈ കുട്ടികൾക്ക് അറിയാതെ സംഭവിച്ചതല്ല. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. എന്റെ വാപ്പ വിളിച്ചിരുന്നു, എന്റെ ഫുള്ളാ കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് നോക്കൂ. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഞാൻ അവനെ കൊല്ലും എന്ന് വളരെ വ്യക്തമായി ആ വിദ്യാർത്ഥി പറയുന്നുണ്ട്. അത് മാത്രമല്ല, എന്താണ് ആഫ്റ്റർ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയാം. പരമാവധി എന്ത് ചെയ്യും? തലശ്ശേരിയിൽ നടന്നിട്ടുള്ള ഈ സംഭവം പരമാവധി എന്താ ചെയ്യുന്നത്? അവരെ ജുവനൈൽ ജസ്റ്റിസിന് മുന്നിൽ ഹാജരാക്കും. ഈ കൊലയാളികളെ, ഈ വിദ്യാർത്ഥികളെന്ന് 18 വയസ്സിന് താഴെയാണെങ്കിൽ അങ്ങനെയാണല്ലോ പറയാ, വിദ്യാർത്ഥികളെ ജുവനൈൽ ജസ്റ്റിസിന് മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കും. അവിടെ നിന്ന് ഒരു പക്ഷെ അവരെ വെറുതെ വിടുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ 1-2 മാസം ചിലപ്പോൾ അവിടെ താമസിപ്പിക്കുമായിരിക്കും. പക്ഷെ അവർക്കറിയാം അവർക്കൊന്നും സംഭവിക്കില്ല. അവരുടെ പേര് പോലും വെളിപ്പെടുത്തില്ല. അവർ പഠിച്ചിരുന്ന പാരലൽ കോളേജിന്റെ പേര് പുറത്തു വരില്ല. അവർ പഠിച്ചിരുന്ന സ്കൂളുകളുടെ പേര് പുറത്തു വരില്ല. ആരുടെ മകനാണെന്ന് പുറത്തു വരില്ല. അവരുടെ പേര് പുറത്തു വരില്ല. 18 വയസ്സിന് താഴെയുള്ള ഒരു വിദ്യാർത്ഥി, അവൻ വളരെ ക്രൂരനായ ഒരു കൊലപാതകയായി, അല്ലെങ്കിൽ ഒരു കൂട്ടം പേർ കൊലയാളികളായിട്ടും അവരുടെ ആരുടെയും പേര് പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷമകരമായ ഒരു അവസ്ഥ. ഒരു പരിപാടിക്ക് ഒരു കൂവൽ എന്ന് പറയുമ്പോൾ അത് സാധാരണ പണ്ടൊക്കെ, ഈ അവസരത്തിൽ എൻ്റെ ഒരു പഴയകാല സംഭവം ഞാൻ ഓർക്കുകയാണ്. പണ്ട് എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അന്ന് നമ്മൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്നത്തെ പോലെയുള്ള കളിപ്പാട്ടങ്ങളൊന്നും ഇല്ല. ആ കാലമാണ്. ശീമക്കൊന്നയുടെ വലിയ ഒരു കൊമ്പ് പൊട്ടിച്ച് അതിന്റെ ഇലകളൊക്കെ ഒന്ന് അരങ്ങിക്കളഞ്ഞ് അതിന്റെ തുമ്പത്തുള്ള കുറച്ച് ഇലകൾ വെച്ചുകൊണ്ട് റോഡിൽ കൂടെ വണ്ടി ഉരുട്ടി പോകും. വണ്ടി വെറുതെ ഉരുട്ടി പോവുകയാണ്, നീക്കി പോവുകയാണ് ചെയ്യുക. ഇതിങ്ങനെ പോയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അന്ന് കുട്ടികളുണ്ടല്ലോ, 1, 2, 3 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അതിലൊരാളുടെ കാലിൽ ജസ്റ്റ് ഒന്ന് തൊട്ടു. അതിന് ഞാൻ അടിച്ചു എന്ന് വരുത്തി തീർത്ത് അന്ന് വൈകുന്നേരം ആ കുട്ടി പനിച്ച് വിറച്ച്, എന്തോ കഷ്ടകാലത്തിന് അതിന് പനിയും വന്നു. ഞാൻ അടിച്ചിട്ട് പനിച്ചു എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ വന്ന് പരാതി പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അടിയുടെ കണക്കാണ് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എണ്ണി നോക്കുന്നത്. കാരണം അത്രത്തോളം എന്നെ വീട്ടിൽ അടിച്ചു ഊറക്കിട്ടു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? വെറുതെ ഉരുട്ടിക്കൊണ്ട് പോയപ്പോൾ കാലിൽ ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയതാണ്, അറിയാതെ തട്ടിപ്പോയതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അടിച്ചിട്ടോ ഒന്നുമില്ല. അന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തു തരുന്നാൽ അതിനെ ശാസിക്കുകയും അതിനെ നല്ല വഴിക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന രക്ഷകർത്താക്കൾ ഉണ്ടായിരുന്നു അന്ന്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് നിയമവിരുദ്ധമല്ലായിരുന്നു. ഇനി അഥവാ സ്കൂളിൽ വെച്ച് ഇത്തരത്തിലുള്ള എന്തെങ്കിലും വികൃതി കാണിച്ചു കഴിഞ്ഞാൽ അധ്യാപകർ 2 പൊട്ടിക്കുമായിരുന്നു, ചന്തിക്ക് നല്ല പട കൊടുക്കുമായിരുന്നു. ആർക്കും ഒരു പരാതി ഇല്ലായിരുന്നു. എനിക്കറിയാം, മെഡിക്കൽ കോളേജ് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം സാർ എന്ന് പറഞ്ഞിട്ട് പോയ രക്ഷിതാവിനെ എനിക്കറിയാം അവിടെ. കാരണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നല്ല ബന്ധമാണ്, രക്ഷിതാക്കളും തമ്മിൽ നല്ല ബന്ധമാണ്. അതുപോലെ രക്ഷിതാക്കൾക്കും അതേ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇപ്പൊ സംഭവിച്ചിരുന്ന അവസ്ഥ എന്താ? ഇപ്പോ നമ്മുടെ നിയമവ്യവസ്ഥകൾ കുട്ടികൾക്ക് അമിതമായ ഒരു ഈ സമൂഹം നശിച്ചു പോകുന്ന വിധത്തിലുള്ള ചില നിയമപരിഷ്കാരങ്ങളും, അതിലുപരി ഇന്ന് ഈ സമൂഹത്തിൽ വിതരണം നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗും, ഈ ഡ്രഗിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സർക്കാരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം കഴിഞ്ഞ 8-9 വർഷമായാണ് മയക്കുമരുന്നിന്റെ ഇത്രയും വ്യാപകമായിട്ടുള്ള വിതരണം നടക്കുന്നത്. ഇവിടെ മയക്കുമരുന്ന് വിതരണം നടത്തുന്നവരെയും ഇനി ഉപയോഗിക്കുന്നവരായാലും മറ്റുള്ളവരായാലും അത് CPM-ന്റെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ സർക്കാരിന്റെയോ ഒക്കെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുടെ കുടുംബാംഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായ കവചമൊരുക്കുകയാണ്. നമുക്കറിയാമല്ലോ, പ്രതിഭയുടെ മകന്റെ പേരിലുള്ള കേസ്. ആ കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരിന്ന് നട്ടം തിരിയാണ്, ഇങ്ങോട്ടും ഓടാണ്. നാളെ സംഭവിക്കാൻ പോകുന്നത് ആ കേസ് പ്രതിഭയുടെ മകൻ നിരപരാധിയാണെന്ന് വരും. ഈ കേസെടുത്ത ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ സസ്പെൻഷനോ ഡിസ്മിഷനോ ഒക്കെ ആയി മാറിയെന്നും വരും. അതാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ലഹരിക്കടത്തിന്റെ ഉസ്താദുമാർ,
SFI കാണിച്ചു കൂട്ടുന്ന കോപ്പറാട്ടിത്തരങ്ങൾ നമുക്കറിയാമല്ലോ. എത്ര പേരെയാണ് കൊന്നൊടുക്കുന്നത്, എത്ര പേരെയാണ് തല്ലിച്ചതയ്ക്കുന്നത്, ഒക്കെ ലഹരിയുടെ പിന്നാമ്പുറ കഥകളാണ്. പക്ഷെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും അവരെയൊക്കെ നിലനിർത്താനും ഇവിടെ സർക്കാർ തയ്യാറാകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ 8-9 വർഷമായി സമൂഹം മുഴുവൻ ഈ അന്തരീക്ഷം നശിച്ച് നാമാവിശേഷമായി പോകുന്നതിനെ നേരെ കൊണ്ടുവരാൻ ആർക്കും കഴിയുന്നില്ല. കുട്ടികൾ പോലും വഴിപിഴച്ചു പോകുകയാണ്. ഇന്നത്തെ ഒരു തലമുറ, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ വിവേകവും വിവേചന ബുദ്ധിയുമുള്ള തലമുറ ഇവിടെ വിട്ടു പോകുകയാണ്. ഇവിടെ ഉള്ളത് കുറെ വൃത്തികെട്ട അല്ലെങ്കിൽ സാമൂഹിക ദ്രോഹികളായിട്ടുള്ള, സാമൂഹിക വിരുദ്ധരായിട്ടുള്ള കുറെ ആൾക്കാർ, അല്ലെങ്കിൽ ആ സ്വഭാവത്തിലേക്ക് ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗം മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റുള്ളവരൊക്കെ നാട് വിട്ടു പോകുന്നു. എവിടേക്കാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ പോക്ക് എന്ന് ചിന്തിക്കാതെ നമ്മുടെ രാജാവും കൂട്ടരും സസുഖം വാണുകൊണ്ടിരിക്കുകയും ചെയ്തു. നോക്കൂ, ഷാബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ കൊല്ലപ്പെട്ട കഥ നിങ്ങൾക്കറിയാം. പക്ഷെ അവനെ കൊന്നത് ആരാണെന്നോ, ഏത് നാട്ടുകാരാണെന്നോ, ഏത് വീട്ടിലുള്ളവരാണെന്നോ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ പരിരക്ഷ എന്തിനാണ്? ഒരു സാധാരണ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ലഹരിയുടെ കൈക്കടത്തലുകളുണ്ട്. എത്ര തന്നെ ലഹരി ഇല്ല എന്ന് പറഞ്ഞാലും ഇപ്പോൾ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും ലഹരി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെയൊക്കെ നമുക്കറിയാം, സ്ത്രീകൾ അവർ മിണ്ടില്ലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, പോലീസുകാരെ പച്ചയ്ക്കൊന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന, ലഹരി അങ്ങോട്ട് അടിച്ചിട്ട് സമനില തെറ്റിപ്പോയ ഒരു പെൺകുട്ടി. ആ വീഡിയോ വൈറലാണ്, പലയിടത്തും വന്ന് തെറി വിളിക്കുന്നത് കേൾക്കുന്നത്. അപ്പൊ ഇതാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സമൂഹം നശിച്ചു പോയിട്ടും യാതൊരു നടപടിയും എടുക്കാതെ മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നാളെ നമുക്ക് ഇനി എന്താണ് കിട്ടുക, നാളെ നമുക്ക് എന്താണ് കിട്ടുക? Different angles. Don't forget to subscribe and support this channel.